എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. കർക്കിടകത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കഴിച്ചിരിക്കേണ്ട ഒന്നാണ് കർക്കിടക കഞ്ഞി അഥവാ മരുന്ന് കഞ്ഞി എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പണ്ടുള്ളവരെ ഏറ്റവും കൂടുതൽ കർക്കിടക കഞ്ഞിയൊക്കെ കർക്കിടക മാസത്തിൽ ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ മരുന്നുകളുടെ ലഭ്യത കുറവും സമയക്കുറവും എല്ലാം മൂലം നമുക്ക് മരുന്ന് കഞ്ഞിയൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇത് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. കർക്കിടകം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം കൂടുതൽ ഇമ്മ്യൂണിറ്റി പവർ കുറയുന്ന ഒരു സമയമാണ്. അതുപോലെ പകർച്ചവ്യാധികളും എല്ലാം പടർന്നു പിടിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ഹെൽത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മാസം കൂടിയാണ് കർക്കിടകം. അതുകൊണ്ട് തന്നെയാണ് പണ്ടുള്ളവർ ഈ ഔഷധങ്ങളൊക്കെ വെച്ചിട്ട് ഒരു കഞ്ഞി ഉണ്ടാക്കിയിട്ട് കഴിക്കാറുള്ളത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്നുള്ള പച്ചമരുന്നുകളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു കഞ്ഞി ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഈ ഒരു കഞ്ഞിക്ക് നമ്മുടെ നാട്ടിൽ ലഭ്യമായിട്ടുള്ള 16 തരം പച്ചമരുന്നുകളാണ് നമ്മൾ ഈ ഒരു കഞ്ഞിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പച്ചമരുന്നുകളുടെ പേരുകളെല്ലാം ഞാൻ മുകളിൽ കൊടുത്തിരിക്കാൻ കാരണം ഇത്രയും പച്ചമരുന്നുകളുടെ പേരുകൾ പറഞ്ഞിരുന്നാൽ എല്ലാവർക്കും അത് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇതിൻ്റെ പേരുകളെല്ലാം മുകളിൽ ടെക്സ്റ്റായിട്ട് കൊടുക്കാം. അപ്പോൾ തൊട്ടാവാടി മുതൽ ചൊറിയെണ്ണം മുതൽ നമ്മുടെ തുമ്പയും തുളസിയും മുക്കൂറ്റിയും എല്ലാം ചേർത്തിട്ടാണ് ഈ ഒരു ഔഷധ കഞ്ഞി ഉണ്ടാക്കുന്നത്. ഇതിലെ ഔഷധ സസ്യങ്ങളുടെ ഇലകളും വേരുകളും എല്ലാം ചതച്ചിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. ഇത് കൂടാതെ മുരിങ്ങയുടെ തൊലിയും നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ പച്ചമരുന്നുകളും കൂടിയിട്ട് നമ്മൾ ചതച്ച് അതിൻ്റെ നീരാണ് ഈ കഞ്ഞിയിലേക്ക് യൂസ് ചെയ്യുന്നത്. കർക്കിടക കഞ്ഞി പ്രധാനമായിട്ടും 3 ദിവസമെങ്കിലും കഴിച്ചിരിക്കണം. അല്ലെങ്കിൽ 7 ദിവസമോ 14 ദിവസമോ അങ്ങനെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ മിനിമം 3 ദിവസമെങ്കിലും കഴിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കഞ്ഞി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ്ങിലോ എല്ലാം നമുക്ക് കഴിക്കാവുന്നതാണ്. പല സ്ഥലത്തും കർക്കിടക കഞ്ഞി വെക്കുന്നത് പല രീതിയിലാണ്. ഉലുവ മാത്രം യൂസ് ചെയ്തും കർക്കിടക കഞ്ഞി വെക്കാറുണ്ട്. അതുപോലെ പച്ചമരുന്നുകളും നവര അരിയും യൂസ് ചെയ്തിട്ട് കഞ്ഞി വെക്കാറുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തും ചേർക്കുന്ന ചേരുവകളുടെ ഇത് ഓരോ സ്ഥലങ്ങളിലേക്കും വ്യത്യാസമാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഈ ഒരു രീതിയിലാണ് നമ്മൾ കഞ്ഞി വെക്കുന്നത്. അപ്പോൾ ഈ ഒരു 16 തരം ഔഷധങ്ങളും ഈ ഒരു നവര അരി അല്ലെങ്കിൽ ഉണക്കലരി ചേർത്ത് നമുക്ക് കഞ്ഞി ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ ഉണക്കലരി ചേർത്താണ് കഞ്ഞി ഉണ്ടാക്കുന്നത്. സെക്കൻഡ് ഡേ നമുക്ക് നവര അരി യൂസ് ചെയ്തിട്ട് കഞ്ഞി വെക്കാം. അപ്പോൾ ചെറുപയർ യൂസ് ചെയ്തിട്ടും കഞ്ഞി വെക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ചെറുപയർ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നവര അരി അല്ലെങ്കിൽ ഉണക്കലരി ചേർക്കുക. കൂടെ ഉലുവ ചേർക്കുന്നുണ്ട്, ആശാളി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ദുപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ പച്ചമരുന്നുകളെല്ലാം ഫസ്റ്റ് തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് വേണം ഇത് ചതയ്ക്കാനായിട്ട്. ഇപ്പോൾ പച്ചമരുന്നുകളൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മളിവിടെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ ഉരലിട്ടാണ് ഇത് ചതച്ചെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ആ ഒരു ചാറ് പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പച്ചമരുന്നുകളുടെ ലഭ്യതക്കുറവ് മൂലം പലരും ഈ ഒരു ഔഷധ കഞ്ഞിയുടെ കൂട്ട് വാങ്ങിയിട്ടാണ് കഞ്ഞി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന ഔഷധങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് കഞ്ഞി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്രയും ഹെൽത്തി ആയിട്ടുള്ള കഞ്ഞിയാണ്. അങ്ങനെ നമ്മൾ പച്ചമരുന്നൊക്കെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇതിൻ്റെ നീര് നമ്മൾ ഒരു തുണിയിലേക്ക് പിഴിഞ്ഞൊഴിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ വേരുകളോ മറ്റ് സംഭവങ്ങളോ ഒന്നും ഈ ഒരു കഞ്ഞിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നീര് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. അങ്ങനെ നമ്മൾ നീരൊക്കെ പിഴിഞ്ഞ് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഞ്ഞി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ വെള്ളം തിളച്ചതിന് ശേഷം ഉണക്കലരി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഈ അരിയുടെ ഒപ്പം തന്നെയാണ് നമ്മൾ ഉലുവയും ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഉലുവ നന്നായിട്ട് കഴുകി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആശാളിയാണ്. ആശാളി നന്നായിട്ട് കഴുകി ഈ ഒരു കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കഞ്ഞി നന്നായിട്ട് തിളച്ചതിന് ശേഷം ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു കഞ്ഞി അടുക്കി പിടിക്കാതിരിക്കാനായിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ ഒരു മരത്തിൻ്റെ തവ വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ കഞ്ഞി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കഞ്ഞി ഉണ്ടാക്കുന്നത് വിറകടുപ്പിലാണ്. അപ്പോൾ കഞ്ഞി നന്നായിട്ട് തിളച്ച് വെന്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ ഇടിച്ച് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഔഷധ സസ്യങ്ങളുടെ നീര് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇത്രയധികം നമുക്ക് ആ ഒരു ഇടിച്ച് പിഴിഞ്ഞ നീര് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കഞ്ഞി വെന്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു നീര് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അധികം തിളപ്പിക്കാൻ പാടില്ല. കാരണം അധികം തിളപ്പിച്ച് കഴിഞ്ഞ് ആ ഒരു ഔഷധ സസ്യങ്ങളുടെ ടേസ്റ്റ് ഒന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതൊഴിച്ച് ഒന്ന് ചെറുതായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണൽ ആട്ടോ. അപ്പം നമ്മൾ നെയ്യ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള കഞ്ഞി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കഞ്ഞിയിൽ ഉപ്പിന് പകരം യൂസ് ചെയ്യുന്നത് ഇന്ദുപ്പാണ്. അപ്പോൾ നമ്മളത് കഴിക്കാൻ നേരത്ത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാട്ടോ. അപ്പോൾ അതാ നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ.